نور على نور. السلام عليكم ورحمة الله وبركاته. الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. عباد الله، أوصيكم وإياي أولا بتقوى الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الناس اعبدوا ربكم الذي خلقكم والذين من قبلكم لعلكم تتقون. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ബഹുമാനമുള്ള സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ, നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിന്റെ ഓരോ മേഖലകളിലും പാലിക്കണമെന്ന് സ്വന്തത്തോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരോടും വസിയത്ത് ചെയ്യുന്നു, ഓർമ്മപ്പെടുത്തുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ജീവിതത്തിലുടനീളം അള്ളാഹുവിന്റെ കൽപ്പനകളും നിരോധനങ്ങളും നിർദ്ദേശങ്ങളും അനുസരിച്ച് ജീവിക്കാൻ നമുക്കെല്ലാവർക്കും നല്ല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. പ്രിയമുള്ളവരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഈ ജീവിതം നൽകിയത്, നമുക്ക് വേണ്ട ഈ കണ്ടു കാണുന്ന സകല വസ്തുക്കളെയും നമുക്ക് കീഴ്പ്പെടുത്തി തന്നത് നാം അള്ളാഹുവിന്റെ കൽപ്പനകളും നിരോധനങ്ങളും നിർദ്ദേശങ്ങളും അനുസരിച്ച് ജീവിക്കാൻ വേണ്ടിയാണ്. നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം അത് മാത്രമാണ്. ഖബർ മുതൽ അങ്ങോട്ടുള്ള ജീവിതത്തിൽ നാം ചെയ്ത സൽക്കർമ്മങ്ങളും അള്ളാഹുവിന്റെ കൽപ്പനകളും നിരോധനങ്ങളും നിർദ്ദേശങ്ങളും അനുസരിച്ചുള്ള ജീവിതം മാത്രമേ ചർച്ച ചെയ്യപ്പെടുകയുള്ളൂ. അത് മാത്രമാണ് മരണത്തിന് ശേഷമുള്ള ജീവിതത്തിൽ നമുക്ക് മുതൽക്കൂട്ടാകുക, നമുക്ക് വിജയകരമാകുക, നമുക്ക് വിജയിക്കാനുള്ള നമ്മുടെ സാദാവുക, പാഥേയമാകുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ വെറുതെ സൃഷ്ടിച്ചതല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അടിക്കടി നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അഫ ഹസിബ്തും അന്നമാ ഖലഖനാകും അബസൻ വ അന്നകും ഇലൈനാ ലാ തുർജഊൻ. നിങ്ങൾ വിചാരിച്ചുവോ നിങ്ങളെ വെറുതെയാണ് നമ്മൾ സൃഷ്ടിച്ചത് എന്ന്, നിങ്ങൾ ആരും നമ്മിലേക്ക് മടക്കപ്പെടുകയില്ല എന്ന്, മരണത്തിന് ശേഷം ഒരു ജീവിതമില്ല എന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത്? നിങ്ങളെല്ലാവരെയും തിരിച്ച് നമ്മിലേക്ക് മടക്കിക്കൊണ്ടുവരികയില്ല എന്നാണോ നിങ്ങൾ വിചാരിച്ചിട്ടുള്ളത്? വെറുതെ അങ്ങ് സുഖിച്ച് ജീവിച്ചോ? അങ്ങനെ വിട്ടിട്ടില്ല അള്ളാഹു. അങ്ങനെ അതിനു വേണ്ടിയിട്ടല്ല അള്ളാഹു നമ്മെ പഠിച്ചത്. അള്ളാഹു സുബ്ഹാനഹു പറഞ്ഞു, ജനങ്ങൾ വിചാരിച്ചുവോ ആമന്ന, നമ്മൾ വിശ്വസിച്ചു എന്നങ്ങ് പറഞ്ഞാൽ അവരെ അങ്ങ് വെറുതെ വിട്ടേക്കുമെന്ന്? അയ്യുത്രക്കു വഹും ലാ യുഫ്തനൂൻ, ഒരു പരീക്ഷിക്കപ്പെടാതെ, പരീക്ഷണങ്ങളൊന്നും ഇല്ലാതെ
വിശ്വസിച്ചു എന്ന് പറഞ്ഞു എന്നതുകൊണ്ട് മാത്രം മനുഷ്യരെ വെറുതെ അങ്ങ് വിട്ടേക്കുമെന്നാണോ മനുഷ്യർ വിചാരിച്ചിട്ടുള്ളത്? വലഖദ് ഫതന്നല്ലദീന മിൻ ഖബലിഹിം, ഇവർക്ക് മുമ്പുള്ളവരെ, നമുക്ക് മുമ്പുള്ള ജനതയെ അല്ലാഹു സുബ്ഹാനഹു വ തആല പരീക്ഷിച്ചിട്ടുണ്ട്. എന്തിനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പരീക്ഷിക്കുന്നത്? വലയഅലമന്നല്ലാഹു അല്ലദീന ആമനു വലയഅലമന്നല്ലാഹു അല്ലദീന സ്വദഖു വലയഅലമന്നൽ കാദിബീൻ. അല്ലാഹുവിനെ ലാ ഇലാഹ ഇല്ലല്ലാഹ് അംഗീകരിച്ച് അതനുസരിച്ച് ജീവിക്കാൻ ഞാൻ തയ്യാറാണ് എന്ന് സാക്ഷ്യം പറഞ്ഞവൻ സത്യസന്ധനാണോ അതല്ല കള്ളം പറയുന്നവനാണോ എന്ന് അറിയാൻ വേണ്ടിയെന്ന്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഭൂമി ലോകത്തേക്ക് നമ്മളെ ജീവിക്കാൻ വിട്ടിരിക്കുകയാണ്. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പരിശോധിച്ചു കൊണ്ടിരിക്കുകയാണ്. നാം അല്ലാഹുവിന്റെ കൽപ്പനകളും നിരോധനങ്ങളും നിർദ്ദേശങ്ങളും അനുസരിച്ച് ജീവിക്കുന്നവരാണോ അല്ലയോ എന്ന്. അല്ലാഹുവിന് അറിയണം. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്, ഇബാദത്തിന് അർഹൻ അല്ലാഹു മാത്രമാണെന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു. മുഹമ്മദുൻ റസൂലുള്ളാഹി, മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ റസൂലാണെന്നും ഞാൻ സാക്ഷ്യം വഹിക്കുന്നു എന്ന് അല്ലാഹുവിന് രണ്ട് ഷഹാദത്ത് നൽകിയവർ അതിൽ സത്യസന്ധന്മാരാണോ കള്ളന്മാരാണോ എന്ന് അല്ലാഹുവിന് അറിയണം. ജീവിക്കുന്ന കാലം അത്രയും അല്ലാഹുവിന്റെ കൽപ്പനകളും നിരോധനങ്ങളും നിർദ്ദേശങ്ങളും അനുസരിച്ചാണോ ജീവിക്കുന്നത്, അതല്ല തന്നിഷ്ടപ്രകാരം തോന്നിയതുപോലെയാണോ ജീവിക്കുന്നത്? ഇത് അല്ലാഹുവിന് അറിയണം. ഇത് അല്ലാഹുവിന് അറിയാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അടിക്കടി പരിശോധിച്ചു കൊണ്ടേയിരിക്കും. അല്ലാഹുവിന്റെ ഈ പരിശോധനയിൽ, ഈ പരീക്ഷണത്തിൽ ആരും ഒഴിവായിട്ടില്ല. പ്രവാചകന്മാര് പോലും ഒഴിവായിട്ടില്ല. പ്രവാചകന്മാരെ വരെ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശോധിച്ചിട്ടുണ്ട്, പരീക്ഷിച്ചിട്ടുണ്ട്. ഒരുപാട് കടമ്പകൾ, ഒരുപാട് പ്രയാസങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്, കടക്കേണ്ടി വന്നിട്ടുണ്ട് പ്രവാചകന്മാർക്ക് പോലും അള്ളാഹുവിന് കൊടുത്ത സാക്ഷ്യവാക്യത്തെ സാക്ഷാത്കരിക്കാൻ വേണ്ടി. നമുക്കൊന്നും യാദർച്ഛികമായിട്ടില്ല, എല്ലാം അള്ളാഹുവിന്റെ തീരുമാനപ്രകാരമാണ്. അള്ളാഹു എന്താണോ തീരുമാനിക്കുന്നത് അത് മാത്രമേ ഈ ദുനിയാവിൽ ഉണ്ടാകുന്നുള്ളൂ. അള്ളാഹുവിന്റെ തീരുമാനത്തിനപ്പുറത്തൊന്നും തന്നെ, അള്ളാഹു അറിയാത്തതായി ഒന്നും തന്നെ, അള്ളാഹു പടക്കാത്തതായ ഒന്നും തന്നെ ഈ ദുനിയാവിൽ ഉണ്ടാകുന്നില്ല. ഇവിടെ എന്തുണ്ടായാലും ഇത് അള്ളാഹുവിന്റെ തീരുമാനപ്രകാരമാണ്. നമ്മുടെ സാമർത്ഥ്യം കൊണ്ടോ നമ്മുടെ ഹുങ്ക് കൊണ്ടോ നമുക്കൊന്നും തന്നെ ഇവിടെ നടത്താൻ സാധിക്കുകയില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ മേൽ ബാധ്യതയായിട്ടുള്ളത് അള്ളാഹുവിന്റെ കൽപ്പനകളും നിരോധനങ്ങളും നിർദ്ദേശങ്ങളും അനുസരിച്ച് ജീവിക്കുക എന്നത് മാത്രമാണ്. അള്ളാഹു കൽപ്പിച്ച കാര്യങ്ങളെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക, അള്ളാഹു നിരോധിച്ച കാര്യങ്ങളെ ജീവിതത്തിൽ നിന്ന് വെടിയാൻ തയ്യാറാകുക. ഇതിന്റെ അപ്പുറത്തേക്ക് ഒന്നും ചിന്തിക്കേണ്ടെന്നാണ്. നീ എന്തിനാ ജീവിക്കുന്നത് എന്ന് ചോദിച്ചാൽ, അള്ളാഹു കൽപ്പിച്ച കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കണം, അള്ളാഹു വിരോധിച്ച വെടിയാൻ പറഞ്ഞ കാര്യങ്ങളെ എൻ്റെ ജീവിതത്തിൽ നിന്നും ഒഴിവാക്കണം. ഇതാണ് ഞാൻ കൽപ്പിക്കപ്പെട്ടിട്ടുള്ളത്. ഇതിന്റെ അപ്പുറത്തേക്ക് ഒന്നുമില്ല. വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. നമുക്ക് ഇബാദത്ത് ചെയ്യാൻ വേണ്ടി മാത്രമാണ് മനുഷ്യ ജിന്ന് വർഗങ്ങളെ നാം പടച്ചത് എന്നാണ് അള്ളാഹു പറഞ്ഞത്. അള്ളാഹുവിന് അതേ അറിയേണ്ടതുള്ളൂ. അള്ളാഹുവിന്റെ കൽപ്പനകളും നിരോധനങ്ങളും നിർദ്ദേശങ്ങളും അനുസരിച്ച് ജീവിക്കാൻ നീ തയ്യാറായിട്ടുണ്ടോ ഇല്ലയോ, അത് അപ്പുറത്തേക്ക് ഒന്നും അള്ളാഹുവിന് അറിയേണ്ട ആവശ്യമില്ല. ബാക്കി ഈ ഭൂമി ലോകത്ത് നടക്കുന്ന സകല കാര്യങ്ങളും എന്തുമാവട്ടെ എല്ലാം അള്ളാഹുവിന്റെ തീരുമാനപ്രകാരമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, വമാ അസാബകും യൗമൽ തകൽ ജംആൻ ഫബിഇദ്നില്ലാഹ്. രണ്ട് സംഘങ്ങൾ ഏറ്റുമുട്ടിയ സന്ദർഭത്തിൽ, ഉഹുദ് യുദ്ധത്തെ സംബന്ധിച്ചാണ് അള്ളാഹു പറയുന്നത്. ഇദൽ തകൽ ജംആൻ, രണ്ട് സംഘങ്ങൾ ഏറ്റുമുട്ടിയ ആ സന്ദർഭത്തിൽ നിങ്ങൾക്ക് ബാധിച്ച ഒരു കാര്യമുണ്ടല്ലോ. ഉഹുദ് യുദ്ധത്തിൽ ആദ്യം പരാജയമായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പന വരുന്നതിന് മുമ്പ് മലയുടെ മുകളിൽ നിന്നും ചിലർ തായോട്ടിറങ്ങി. ഉഹുദ് മലയുടെ മുകളിൽ റസൂലുള്ളാഹി നിശ്ചയിച്ചവരായിരുന്നു. റസൂലുള്ളാഹി പറയാതെ ഇറങ്ങാൻ പാടില്ലായിരുന്നു. അവർ തന്നിഷ്ടപ്രകാരം ആ യുദ്ധം കഴിഞ്ഞു, റസൂലുള്ളാഹി നമ്മളെ മറന്നുപോയതായിരിക്കും, നമുക്ക് ഇറങ്ങാം എന്ന് പറഞ്ഞ് റസൂലുള്ളാഹിന്റെ കൽപ്പന വരുന്നതിന് മുമ്പ് ഇറങ്ങിയതിന്റെ പരാജയം അവർ നേരിട്ടു. അതിലവർ ഒരുപാട് അനുഭവിച്ചു, ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടായി. ആ പ്രയാസങ്ങൾ സംബന്ധിച്ച് അള്ളാഹു പറയാൻ, വമാ അസാബകും യൗമൽ തകൽ ജംആൻ, ആ ഉഹുദ് യുദ്ധ വേളയിൽ രണ്ട് സംഘങ്ങൾ ഏറ്റുമുട്ടിയ ആ സന്ദർഭത്തിൽ നിങ്ങൾക്ക് ബാധിച്ച കാര്യങ്ങളുണ്ടല്ലോ, ഫബിഇദ്നില്ലാഹ്,
അത് അള്ളാഹുവിന്റെ തീരുമാനപ്രകാരമാണ്. അത് യാദർശികമല്ല. ഒക്കെ അള്ളാഹുവിന്റെ പ്ലാനാണ്. യുദ്ധങ്ങൾ നടക്കുമ്പോഴുണ്ടാകുന്ന അത് കൊടുതികളാകട്ടെ, വിജയപരാജയങ്ങളാകട്ടെ, എന്തുമാകട്ടെ, ഒക്കെ അള്ളാഹുവിന്റെ തീരുമാനപ്രകാരമാണ്. ഇതിനില്ല. എന്തിനാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ രീതിയിൽ കാര്യങ്ങളെ കൈകാര്യം ചെയ്യുന്നത്? വലിയഅലമൽ മുഅ്മിനീൻ വലിയഅലമൽ ലദീന നാഫഖൂ, നിങ്ങളുടെ കൂട്ടത്തിൽ മുഅ്മിനുകൾ ആര്, മുനാഫിക്കുകൾ ആര് എന്ന് അള്ളാഹുവിനെ തിരിച്ചറിയാൻ വേണ്ടിയെന്ന്. സുബ്ഹാനല്ലാഹ്. അപ്പൊ അള്ളാഹു നമ്മളെ ടെസ്റ്റ് ചെയ്യാൻ, അള്ളാഹുവിനെ അംഗീകരിച്ച് അള്ളാഹുവിന്റെ കൽപ്പനകളും നിരോധനങ്ങളും നിർദ്ദേശങ്ങളും അനുസരിച്ച് ജീവിക്കുന്നവർ നമ്മുടെ കൂട്ടത്തിൽ ആരുണ്ട്, അതല്ല കപടന്മാരാരുണ്ട് എന്ന് അള്ളാഹുവിനെ തിരിച്ചറിയാൻ. ഇതിനു വേണ്ടിയിട്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ സംവിധാനങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഭൗതിക ലോകത്തുള്ള ഒന്നിലും നമുക്ക് കൈകടത്തലുകളില്ല. നമ്മുടെ തീരുമാനങ്ങൾക്കപ്പുറത്ത് അള്ളാഹുവിന് തീരുമാനങ്ങളുണ്ട്. ഫൗക തഖ്ദീരിനാ ലില്ലാഹി തഖ്ദീർ. നമ്മൾ എന്ത് പ്ലാൻ ചെയ്താലും ആ പ്ലാനിന് മുകളിൽ അള്ളാഹുവിന്റെ തീരുമാനമുണ്ട്. അള്ളാഹുവിന്റെ തീരുമാനമില്ലാതെ ഈ ഭൂമിലോകത്ത് ഒന്നും നടക്കുകയില്ല. എന്ത് വലിയ പ്ലാനുകൾ ചെയ്താലും ശരി, അള്ളാഹുവിന്റെ തീരുമാനത്തോടൊക്കാതെ അതുണ്ടാകുകയില്ല. വമാ തശാഊന ഇല്ലാ യശാ അല്ലാഹ്. അള്ളാഹു ഉദ്ദേശിക്കാതെ നിങ്ങൾക്കൊന്നും ഉദ്ദേശിക്കാൻ പറ്റുകയില്ല എന്നാണ്. അള്ളാഹുവിന്റെ തീരുമാനമാണ് ഫൈനൽ. അതാണ് അൽ ഈമാനു ബിൽ ഖദർ. ഖദറിലുള്ള വിശ്വാസം. ഈമാൻ കാര്യങ്ങൾ 6 ആറാമത്തേത് എന്താണ്? അൻ തുഅ്മിന ബിൽ ഖദരി ഖൈരിഹി വശർരിഹി മിനല്ലാഹ്. ഖദറിലുള്ള വിശ്വാസമാണ്. ഖൈറും ഷർറും അള്ളാഹുവിൽ നിന്നുണ്ട് എന്ന് വിശ്വസിക്കലാണ്. ഖൈറും ഷർറും എല്ലാം അള്ളാഹുവിൽ നിന്നാണെന്ന് വിശ്വസിക്കലാണ് അൽ ഈമാനു ബിൽ ഖദർ. അതിന്റെ ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ഫൈനൽ തീരുമാനം അള്ളാന്റേതാണെന്ന് വിശ്വസിക്കലാണ് അൽ ഈമാനു ബിൽ ഖദർ. നമ്മൾ എന്ത് തീരുമാനിച്ചാലും ശരി, ഫൈനൽ തീരുമാനിക്കേണ്ടവൻ അള്ളാഹുവാണ്. അള്ളാഹുവിന്റെ തീരുമാനം നമ്മുടെ തീരുമാനത്തോടും പ്രവർത്തനത്തോടും അനുകൂലമായാൽ അതുണ്ടാകും, ഇല്ല എങ്കിൽ അതുണ്ടാകുകയില്ല. കാരണം അതിനെ ഉണ്ടാക്കേണ്ടവൻ അള്ളാഹുവാണ്. നമ്മളെയും നമ്മൾ പ്രവർത്തിക്കുന്നവയെല്ലാം സൃഷ്ടിച്ചവൻ അള്ളാഹുവാണ്. വല്ലാഹു ഖലഖക്കും വമാ തഅമലൂൻ. നിങ്ങളെയും നിങ്ങൾ പ്രവർത്തിക്കുന്ന നിങ്ങളുടെ പ്രവർത്തനങ്ങളുടെയും ഖാലിഖ് അള്ളാഹുവാണ് എന്നാണ് അള്ളാഹ് പറയുന്നത്. അള്ളാഹു ഖാലിഖു കുല്ലി ഷൈ. സകല വസ്തുക്കളെയും സൃഷ്ടിക്കുന്നവൻ അള്ളാഹുവാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ തീരുമാനമില്ലാതെ ഇവിടെ ഒന്നും നടപ്പിലാക്കാൻ നമുക്ക് ആർക്കും സാധിക്കുകയില്ല. പിന്നെ നമ്മൾ എന്തിനോട് ജീവിക്കുന്നത്? നമ്മൾ ജീവിക്കുന്നത് അള്ളാഹ് പറഞ്ഞിട്ടുണ്ട്, ഞാൻ പറയുന്നതനുസരിച്ച് ജീവിക്കണം. അള്ളാഹുവിന്റെ കൽപ്പനകളും നിരോധനങ്ങളും നിർദ്ദേശങ്ങളും നടപ്പിൽ വരുത്താൻ വേണ്ടി മാത്രമാണ് നമ്മൾ ഇവിടെ ജീവിക്കുന്നത്. അത് യാഥാർത്ഥ്യമാക്കാൻ നമുക്ക് സാധിക്കുന്നില്ല എങ്കിൽ നമ്മൾ പരാജിതരാണ്. ദുനിയാവിന്റെ പിന്നാലെ വലിയ വലിയ സ്വപ്നങ്ങളും വലിയ വലിയ പ്ലാനുകളുമായി മുന്നോട്ട് പോകുന്നവർ, അള്ളാഹുവിന്റെ കൽപ്പന നിരോധന നിർദ്ദേശങ്ങളെ കാറ്റിൽ പറത്തുന്നവർ, അവർ ജീവിതത്തിൽ പരാജയപ്പെട്ടവരാണ്. ലക്ഷ്യം മനസ്സിലാകാത്തവരാണ്. ലക്ഷ്യത്തിൽ നിന്നും തെറ്റിപ്പോയവരാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പൂർണ്ണമായും നമ്മുടെ അബ്ദിയത്ത് ആവശ്യപ്പെടുന്നു. നാം അള്ളാഹുവിന്റെ അബ്ദാണ് എന്ന് അള്ളാഹുവിന് ബോധ്യപ്പെടുത്തണം. അള്ളാഹു നമ്മളെ സൃഷ്ടിച്ചത് അതിനാണ്. അള്ളാഹു നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ അള്ളാഹുവിന്റെ ആഗ്രഹം അള്ളാഹുവിനെ ആരാധിക്കുന്ന, അള്ളാഹുവിന്റെ കൽപ്പനകളും നിരോധനങ്ങളും നിർദ്ദേശങ്ങളും അനുസരിച്ച് ജീവിക്കുന്ന കുറച്ച് ആൾക്കാർ അള്ളാഹുവിന് ഉണ്ടാകണം. അള്ളാഹു മുതകബ്ബിറാണ്. അള്ളാഹു അഹങ്കാരിയാണ്. അഹങ്കാരം എന്ന സിഫത്ത് അള്ളാഹ്ക്ക് മാത്രം അർഹതപ്പെട്ടതാണ്. അള്ളാഹ് അല്ലാത്ത ഒരാൾക്കും അഹങ്കരിക്കാൻ അനുവാദമില്ല. അള്ളാഹു അല്ലാത്ത ആർക്കെങ്കിലും അണുമാണി അഹങ്കാരമുണ്ട് എങ്കിൽ അവൻ സ്വർഗത്തിൽ കടക്കൂല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ലാ യദ്ഖുലുൽ ജന്നത മൻ കാന ഫീ ഖൽബിഹി മിസ്കാലു ഹബ്ബത്തിൻ മിൻ ഖർദലിൻ മിൻ കിബർ. കിബറിൽ നിന്നുമുള്ള അണുമണി ഹൃദയത്തിലുള്ളവൻ സ്വർഗത്തിൽ കടക്കൂല. കാരണം അഹങ്കാരം എന്നുള്ളത് അള്ളാഹുവിന് മാത്രം അവകാശപ്പെട്ട സിഫത്താണ്. അള്ളാഹു മുതകബ്ബിറാണ്. അള്ളാഹുവിന്റെ ആഗ്രഹം അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യുന്ന കുറച്ച് ആൾക്കാരുണ്ടാകണം. അള്ളാഹുവിനെ വാഴ്ത്തുന്ന, അള്ളാഹിനെ പുകഴ്ത്തുന്ന, അള്ളാഹുവിന്റെ കൽപ്പനകളും നിരോധനങ്ങളും നിർദ്ദേശങ്ങളൊക്കെ അനുസരിച്ച് ജീവിക്കുന്ന കുറച്ച് ആൾക്കാർ വേണം. അതിനുവേണ്ടി നമ്മൾ സൃഷ്ടിച്ചതാണ്. അതിനുവേണ്ടി മാത്രമാണ് അള്ളാഹു നമ്മളെ സൃഷ്ടിച്ചത്. അതാണ് അള്ളാഹു പറഞ്ഞത്, വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. എനിക്ക് ഇബാദത്ത് ചെയ്യാൻ വേണ്ടി മാത്രമാണ് നിങ്ങളെ സൃഷ്ടിച്ചത്. നമ്മൾ പറയില്ലേ, ഈ വീട് ഞാൻ ഉണ്ടാക്കിയത് എനിക്ക് താമസിക്കാൻ വേണ്ടിയാണ്, എന്റെ സൗകര്യങ്ങൾക്ക് വേണ്ടിയാണ്. ഈ വാഹനം ഞാൻ വാങ്ങിയത് എനിക്കിഷ്ടമെടുത്ത് പോകാൻ വേണ്ടിയാണ്. ഞാൻ ഈ സമ്പാദിച്ചത് എനിക്കിഷ്ടമുള്ളതുപോലെ ചെലവാക്കാൻ വേണ്ടിയാണ് എന്ന് നമ്മൾ നമ്മുടെ വസ്തുക്കളെ സംബന്ധിച്ച് അധികാരം പറയാനില്ലേ? അതുപോലെ അള്ളാഹ് പറയുന്ന അധികാരമാണിത്. നമ്മളെല്ലാം അള്ളാഹുവിന്റെ അടിമകളാണ്. അള്ളാഹ് പറയുന്ന പോലെ ജീവിക്കാൻ വേണ്ടി സൃഷ്ടിക്കപ്പെട്ടവർ, അള്ളാഹ് സൃഷ്ടിച്ചവർ,
അള്ളാഹ് പറയും എങ്ങനെ ജീവിക്കണം. അള്ളാന്റെ ഇഷ്ടം അനുസരിച്ചാണ് നമ്മൾ ജീവിക്കേണ്ടത്. നമ്മളൊക്കെ അള്ളാന്റേതാണ്. ആ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പരിശോധിച്ചു കൊണ്ടേയിരിക്കും. വ്യത്യസ്ത രീതിയിൽ അള്ളാഹു നമ്മളെ പരിശോധിക്കും. ഇമാം ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹുവിന്റെ ഖലീലാണ്. അള്ളാഹു ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിനെ സംബന്ധിച്ച് പറഞ്ഞത് ഇത്തഖദല്ലാഹു ഇബ്രാഹിമ ഖലീല. ഖുല്ലത്ത് എന്ന് പറഞ്ഞാൽ സ്നേഹത്തിന്റെ ഏറ്റവും ഉയർന്ന ദറജയാണ്. ഇബ്രാഹിം നബി അള്ളാഹുവിന്റെ അഭേദ്യമായ സ്നേഹബന്ധമുള്ള ആളാണ്. ആ ഇബ്രാഹിം നബി അള്ളാഹു സുബ്ഹാനഹു വ തആല പരിശോധിച്ചിട്ടുണ്ട്, മോനെ അറുക്കാൻ പറഞ്ഞിട്ട്. അള്ളാഹുവിന്റെ കൽപ്പനകളും നിരോധനങ്ങളും നിർദ്ദേശങ്ങളും അനുസരിച്ചാണോ ഇബ്രാഹിം പോകുന്നത്, അതല്ല താല്പര്യങ്ങൾക്കാണോ പ്രാധാന്യം കൊടുക്കുന്നത്? ഇത്രയും കാലം ഇബ്രാഹിം നാം പറയുന്നത് പോലെയായിരുന്നു ജീവിച്ചത്. അള്ളാഹു ഇബ്രാഹിമിനോട് നീ ഇസ്ലാമിലാകുക, അനുസരിക്കുക എന്ന് പറഞ്ഞപ്പോൾ അസ്ലംതു ലിറബ്ബിൽ ആലമീൻ എന്ന് പറഞ്ഞ ആളാണ് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം. രണ്ടാമതൊന്നും ചിന്തിക്കാറില്ല. എന്നാൽ ഇസ്മായിൽ എന്ന മകനെ കിട്ടിയപ്പോൾ, ചിരിയും കളിയും മകനോടായപ്പോൾ മകൻക്കാണോ പ്രാധാന്യം കൊടുക്കുന്നത്, അതല്ല അള്ളാഹിന്റെ കൽപ്പനകൾക്കും നിരോധനങ്ങൾക്കും നിർദ്ദേശങ്ങൾക്കുമാണോ പ്രാധാന്യം കൊടുക്കുന്നത് എന്ന് അള്ളാഹ്ക്ക് അറിയാൻ വേണ്ടിയാണ് അള്ളാഹു മോനെ അറുക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞത്. അത് അള്ളാഹു സുബ്ഹാനഹു സ്വപ്നത്തിൽ ഓർത്തു, എന്റെ മോനെ അറുക്കണം. ആരെയാ പരിശോധിക്കുന്നത്? അള്ളാഹുവിന്റെ അടുത്ത ഖലീലായ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിനെ. എല്ലാവരെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അള്ളാഹു സുബ്ഹാനഹു വ തആല പരിശോധിച്ചിട്ടുണ്ട്. അള്ളാഹുവിന്റെ കൽപ്പനകളും നിരോധനങ്ങളും നിർദ്ദേശങ്ങളും അനുസരിച്ച് ജീവിക്കുന്നതിനായി മാറുമ്പോൾ അവരുടെ സ്ഥാനം അള്ളാഹു ഉയർത്തിക്കൊടുക്കും. ഏറ്റവും വലിയ സ്ഥാനം ഇഹ്സാന്റെ ദർജയാണ്, മുഹ്സിനാകുക എന്നതാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പരിശോധിക്കാൻ വേണ്ടി നിശ്ചയിച്ചതാണ് ഇബാദത്തുകൾ. അതാണ് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ് എന്ന സാക്ഷ്യവാക്യത്തിന്റെ പൊരുള്. അള്ളാഹുവിന് മാത്രം ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയാണ് അള്ളാഹു നമ്മളെ സൃഷ്ടിച്ചത് എന്നാണ് പറഞ്ഞത്. അള്ളാഹുവിന്റെ കൽപ്പനകളും നിരോധനങ്ങളും നിർദ്ദേശങ്ങളും അനുസരിച്ച് ജീവിക്കുന്നവരാകാൻ. അപ്പോൾ നമ്മൾ ജീവിക്കുന്ന കാലം അത്രയും നാം ചെയ്യുന്ന ഇബാദത്തുകൾ അള്ളാഹുവിന് മാത്രമേ ആകാൻ പാടുള്ളൂ. നാം ചെയ്യുന്ന ഇബാദത്തുകളെല്ലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചതേ ആകാൻ പാടുള്ളൂ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കാത്ത ഒന്ന് ഇബാദത്താകാൻ പാടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഇബാദത്ത് അള്ളാഹു അല്ലാത്തവർക്കും ആകാൻ പാടില്ല. ഇത് രണ്ടും ഒത്തുവന്നാൽ മാത്രമേ ഒരാളുടെ ഇബാദത്ത് സഹിയാകുകയുള്ളൂ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കൊടുത്ത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിഷയത്തിലൂടെ നമ്മുടെ ഷഹാദ അഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്, മുഹമ്മദ് അള്ളാഹുവിന്റെ റസൂലാണെന്ന് ഞാൻ അംഗീകരിക്കുന്നു എന്നാണ്. മുഹമ്മദ് അള്ളാഹിന്റെ റസൂലാണെന്ന് അംഗീകരിക്കുന്നു എന്ന് പറയുന്ന ഒരാൾ 4 കാര്യങ്ങളാണ് അംഗീകരിക്കുന്നത്. ഒന്ന്, മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ത് പറഞ്ഞാലും അനുസരിക്കാൻ ഞാൻ തയ്യാറാണ്. 2, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ത് നിരോധിച്ചാലും അത് വെടിയാൻ ഞാൻ തയ്യാറാണ്. 3, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ അറിയിച്ചു തന്ന കാര്യങ്ങളെല്ലാം സത്യപ്പെടുത്താൻ ഞാൻ തയ്യാറാണ്. 4, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇബാദത്തായി പഠിപ്പിച്ച കാര്യങ്ങളെ ഞാൻ അല്ലാഹുവിന്റെ ഇബാദത്തായി നിർവഹിക്കുകയുള്ളൂ. ഈ 4 കാര്യങ്ങൾ അംഗീകരിച്ചാൽ മാത്രമേ ഒരാളുടെ ഷഹാദത്തു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ് സഹിയാകൂ. ഇതിലേതെങ്കിലും ഒന്നിൽ വീഴ്ച വന്നാൽ അവന്റെ ഇബാദത്ത് ബാത്തിൽ, അവന്റെ ഷഹാദത്ത് ബാത്തിലാകും, അവൻ കാഫിറാകും. ഒരാൾ പറയാൻ ഞാൻ റസൂലുള്ളാഹ് പറഞ്ഞ എല്ലാം അനുസരിക്കുകയും ചെയ്യില്ല, എനിക്ക് പറ്റുന്നേ അനുസരിക്കുള്ളൂ, അവൻ കാഫിറാണ്, അവന്റെ ഷഹാദത്ത് ബാത്തിലാണ്. ഒരാൾ പറയാണ് ഞാൻ റസൂലുള്ളാഹ് പറഞ്ഞത് എല്ലാം ഉപേക്ഷിക്കുകയും ചെയ്യില്ല, എനിക്ക് പറ്റാത്തത് ഉപേക്ഷിക്കും, റസൂലുള്ളാഹ് പറഞ്ഞത് കൊണ്ട് എല്ലാം ഉപേക്ഷിക്കാൻ എനിക്ക് പറ്റൂല എന്നൊരാൾ പറഞ്ഞാൽ അവന്റെ ഷഹാദത്ത് ബാത്തിലാണ്, അവൻ കാഫിറാണ്, ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകും. ഒരാൾ പറയാൻ റസൂലുള്ളാഹ് പറഞ്ഞത് എല്ലാം അംഗീകരിക്കാൻ എനിക്ക് പറ്റൂല, ഞാൻ പരിശോധിച്ചു നോക്കും എന്റെ ബുദ്ധിക്ക് യോജിക്കുന്നുണ്ടോ, സയൻസിനോട് യോജിക്കുന്നുണ്ടോ, ശാസ്ത്രത്തോട് യോജിക്കുന്നുണ്ടോ ഒക്കെ നോക്കിയിട്ട് എനിക്ക് പറ്റിയതാണ് എങ്കിൽ ആ ബുദ്ധിക്ക് യോജിക്കുന്നുണ്ട്, ശാസ്ത്രം പറഞ്ഞതാണ്, സയൻസ് അംഗീകരിച്ചതാണ്, നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമുക്ക് പരിചയമുള്ള കാര്യങ്ങളാണ്, എന്നാൽ ഓക്കെ അങ്ങനെയാണെങ്കിൽ അവൻ കാഫിറാണ്, അവൻ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകും, അവന്റെ ഷഹാദത്ത് ബാത്തിലാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എന്തറിയിച്ചു തന്നാലും ശരി അത് സത്യപ്പെടുത്താൻ ഞാൻ തയ്യാറാണ്. അത് ആകാശത്തിന്റെ മുകളിലുള്ളതായാലും ശരി, ഭൂമിക്കടിയിലുള്ളതായാലും ശരി, കണ്ണുകൊണ്ട് കാണാൻ പറ്റിയതായാലും ശരി, കാണാൻ പറ്റാത്തതായാലും ശരി, ബുദ്ധിക്ക് യോജിച്ചാലും ശരി, യോജിച്ചിട്ടില്ലെങ്കിലും ശരി, സയൻസ് കണ്ടുപിടിച്ചാലും ശരി, ഇല്ലെങ്കിലും ശരി, ശാസ്ത്രത്തിന് യോജിച്ചാലും ശരി, ശാസ്ത്രത്തിനെതിരായാലും ശരി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതിനെ സത്യപ്പെടുത്താൻ ഞാൻ തയ്യാറാണ്. ഒരാൾ പറയാൻ റസൂലുള്ളാഹി പഠിപ്പിച്ചെന്ന ഇബാദത്ത് മാത്രമല്ല ഞാൻ ഇബാദത്ത് ചെയ്യുക, അല്ലാത്ത കുറെ ഇബാദത്തുകൾ ഞാൻ ചെയ്യും, എനിക്കിഷ്ടമുള്ള പോലത്തെ ഇബാദത്ത് ചെയ്യും,
അതിന് റസൂൽ പഠിപ്പിച്ചത് മാത്രമേ ഇബാദത്താക്കാൻ പാടുള്ളൂ, അങ്ങനെയൊന്നും ഇല്ല എന്നുള്ളത് പറഞ്ഞാൽ അയാളെ ഷഹാദത്ത് ബാത്തിലാണ്. അയാളെ ഷഹാദത്ത് എന്താണ്? റസൂലുള്ള എന്താണോ ഇബാദത്താക്കി പഠിപ്പിച്ചു തന്നത് അത് മാത്രമാണ് ഇബാദത്ത് എന്നതാണ് അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ള എന്ന സാക്ഷ്യവാക്യത്തിന്റെ അർത്ഥം. റസൂൽ പഠിപ്പിച്ചെന്ന് എല്ലാ ഇബാദത്തും സ്വീകരിക്കൂല, കുറച്ചൊക്കെ ഞാൻ ഉപേക്ഷിക്കുന്നു പറഞ്ഞാൽ അവന്റെയും ഷഹാദത്ത് ബാത്തിലാകും. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അയച്ചു തന്നത് അള്ളാഹുവിന് മാത്രം ഇബാദത്ത് ചെയ്യുന്നവരെ സെലക്ട് ചെയ്യാനാണ്. അള്ളാഹുവിന്റെ കൽപ്പനകളും നിരോധനങ്ങളും നിർദ്ദേശങ്ങളും അനുസരിച്ച് ജീവിക്കുന്നവരെ വേർതിരിക്കാനാണ്. അത് അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹിയുടെ നമുക്ക് ബോധ്യപ്പെടുക. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് ഒരുപാട് ഇബാദത്തുകൾ പഠിപ്പിച്ചു തന്നു. ആ ഇബാദത്തുകൾ എങ്ങനെ നിർവഹിക്കുന്നു എന്നറിയാൻ, അള്ളാഹുലേക്ക് അടുക്കുന്നവർ, അള്ളാഹുവിൽ നിന്ന് അകലുന്നവർ എങ്ങനെയാണ് ഈ റസൂലുള്ളാഹിന്റെ കൽപ്പന നിരോധന നിർദ്ദേശങ്ങളെ, റസൂലുള്ളാഹിന്റെ ചര്യകളെ സമീപിക്കുന്നത് എന്നറിയാൻ. അള്ളാഹു പഠിപ്പിച്ചതുപോലെ ആകാൻ പാടുള്ളൂ, അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചതുപോലെ ആകാൻ പാടുള്ളൂ, ആ രീതിയിലേ ആകാൻ പാടുള്ളൂ, ആ കോലത്തിലേ ആകാൻ പാടുള്ളൂ, ആ സമയത്തെ ആകാൻ പാടുള്ളൂ, ആ മാസത്തിലേ ആകാൻ പാടുള്ളൂ, ആ സ്ഥലത്തെ ആകാൻ പാടുള്ളൂ. അതിനപ്പുറത്തേക്ക് ഒന്നും പോകാൻ പാടില്ല. അതായത് അള്ളാഹു കൽപ്പിച്ച കാര്യങ്ങളെ അടിമ ചെയ്യുന്നത് പോലെ ചെയ്യാൻ നീ തയ്യാറാണോ എന്ന് അള്ളാഹുവിന് അറിയണം. അള്ളാഹു പറയാണ് ഹജ്ജ് ചെയ്യേണ്ടത് മക്കത്താണ്, മക്കത്ത് തന്നെ പോണം. എന്തിനാണ് മക്കത്ത് തന്നെ പോകുന്ന? അള്ളാഹ് എനിക്ക് ഇബാദത്ത് ചെയ്താൽ പോരെ, എനിക്ക് പറ്റിയ സൗകര്യമുള്ള ഏതെങ്കിലും നാട്ടിൽ പോയാൽ പോരെ? പറ്റൂല, മക്കത്ത് തന്നെ പോണം. അറഫയിൽ ഒരുമിച്ച് കൂടണം എന്ന് പറഞ്ഞാൽ ഒരുമിച്ച് കൂടണം. വസ്ത്രം അയച്ചു മാറ്റണം, ഇഹ്റാമിന്റെ വസ്ത്രം ധരിക്കണം എന്ന് പറഞ്ഞാൽ അങ്ങനെ ധരിക്കണം. പള്ളിയിൽ പോയി ജമാഅത്തായി നിസ്കരിക്കണം എന്ന് പറഞ്ഞാൽ അങ്ങനെ നിസ്കരിക്കണം. നോമ്പ് നോക്കൽ ഫർള് റമളാനിലാണെങ്കിൽ റമളാനിലാണ്, ശവ്വലാക്കാൻ പറ്റൂല, റബീഉൽ അവ്വൽ ആക്കാൻ പറ്റൂല. അതായത് അള്ളാഹ് എന്ത് പറഞ്ഞാലും കേൾക്കാൻ തയ്യാറാകുക, അതാണ് അബ്ദിയ്യത്ത്. ഞാൻ അള്ളാഹുവിന്റെ അബ്ദാണ്, അതിന്റെ അപ്പുറത്തേക്കില്ല. റമളാൻ മാസത്തിൽ നോമ്പുണ്ട്, നോമ്പ് നോക്കണം. റബീഉൽ അവ്വലിന് നോമ്പില്ല, നോമ്പ് നോക്കൂല. അല്ലാഹു സുബ്ഹാനഹു വ തആല ചില മാസങ്ങൾക്ക് പ്രത്യേകം നൽകിയിട്ടുണ്ട്. ഇന്ന ഇദ്ദത ശുഹൂരി ഇൻദല്ലാഹി 12 ശഹ്റൻ ഫീ കിതാബില്ലാഹ് യൗമ ഖലഖ സമാവാതി വൽ അർദ് മിൻഹാ അർബഅത്തുൻ ഹുറും. അല്ലാഹുവിന്റെ അടുക്കൽ ആകാശഭൂമികളെ പടച്ച അന്ന് മുതലേ മാസങ്ങൾ 12ആണ്. മാസങ്ങൾ കണ്ടുപിടിച്ചത് ബൗദ്ധികന്മാരാരുമല്ല, അള്ളാന്റെ അടുക്കൽ ആകാശഭൂമികൾ പടച്ച അന്ന് മുതലേ മാസങ്ങൾ 12ആണ്. അതിൽ 4 പവിത്രതയുള്ള മാസമാണ്. അള്ളാഹു ഇത് സംസാരിക്കുന്നത് മുഅ്മിനീങ്ങളോടാണ്. മാസങ്ങൾ 12ആണ്, അതിൽ 4 പവിത്രമാക്കപ്പെട്ടതാണ്. ഇനി അള്ളാഹ്ക്ക് അറിയേണ്ടത് ഈ ഓരോ മാസങ്ങളിലും ചെയ്യേണ്ട കർമ്മങ്ങൾ, ഓരോ സ്ഥലങ്ങളിലും ചെയ്യേണ്ട കർമ്മങ്ങൾ, ഓരോ സന്ദർഭങ്ങളിലും ദിവസങ്ങളിലും ചെയ്യേണ്ട കർമ്മങ്ങൾ ഇങ്ങനെ വേർതിരിച്ച് അള്ളാഹു പഠിപ്പിക്കുന്നു. ആ ദിവസത്തിൽ ആ കർമ്മം ചെയ്യുന്നത് ആരെന്ന് അള്ളാഹ്ക്ക് അറിയണം, ആ സ്ഥലത്ത് ആ കർമ്മം ചെയ്യുന്നവരാരെന്ന് അള്ളാഹ്ക്ക് അറിയണം. ഇതൊക്കെയാണ് അള്ളാഹുവിന് അറിയേണ്ടത്. 4 മാസങ്ങൾ പവിത്രതയുള്ളതാണ് എന്ന് പറഞ്ഞിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല ഏതൊക്കെയാണ് ആ മാസങ്ങൾ? ഒന്ന് റജബാണ്. റജബിൽ പ്രത്യേക ഒരു ഇബാദത്തും അള്ളാഹു നിശ്ചയിച്ചിട്ടില്ല. രണ്ടാമത്തേത് ഷഅബാനാണ്, ഷഅബാനിൽ നോമ്പ് സുന്നത്താണ്. മൂന്നാമത്തേത് അൽ മുഹറം, മുഹറമിൽ നോമ്പ് സുന്നത്താണ്. 4മത്തേത് ദുൽഹിജ്ജ, അതിൽ ഹജ്ജിന്റെ കർമ്മമുണ്ട്. ഇത് അള്ളാഹു സുബ്ഹാനഹു വ തആല ചില മാസങ്ങളിൽ പ്രത്യേക ഇബാദത്തുകൾ നിശ്ചയിച്ചു. ചില ആൾക്കാർ എന്ത് ചെയ്യും? അള്ളാഹുയെ കടുക്കാൻ വേണ്ടിയിട്ട് പവിത്രമാക്കപ്പെട്ട മാസമല്ലേ കൊണ്ട് കുറെ ഇബാദത്ത് ചെയ്യുക, റജബിൽ കുറെ ഇബാദത്ത് ചെയ്യുക. റജബില് പുതിയ ഇബാദത്ത് ഉണ്ടാക്കിയ ഒരുപാട് ആൾക്കാരുണ്ട്. റജബ് 27 അന്ന് നോമ്പ് നോക്കുന്നു. റജബ് 27 അന്ന് നോമ്പ് നോക്കാൻ ആരാ പഠിപ്പിച്ചത്? ആരും പഠിപ്പിച്ചിട്ടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഇസ്രാ മിഅ്റാജ് പോയത് റജബ് 27 സ്ഥിരപ്പെട്ടിട്ടേ ഇല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റജബ് 27 പോയത് എന്നത് സഹിയായ രേഖയിൽ വന്നിട്ടേ ഇല്ല. അത് ഈ ഉമ്മത്ത് അറിയേണ്ടതായിരുന്നുവെങ്കിൽ റസൂൽ തന്നെ പറയുമായിരുന്നു. ഇനി റജബ് 27 റസൂലുള്ള ഇസ്രാ മിഅ്റാജും പോയത് കൊണ്ട് നോമ്പ് സുന്നത്താണെങ്കിൽ അതും റസൂലുള്ള പഠിപ്പിക്കണം. ഞാൻ റജബ് 27 മിഅ്റാജ് ഇസ്രാ മിഅ്റാജ് പോയിട്ടുണ്ട്, അത് നിങ്ങൾ നോമ്പ് നോക്കണം, നോമ്പ് സുന്നത്താണ് എന്ന് റസൂലുള്ള പഠിപ്പിക്കണം. മുഹറം 9-ന്റെയും 10-ന്റെയും നോമ്പ് പഠിപ്പിച്ചതുപോലെ, അറഫന്റെ നോമ്പ് പഠിപ്പിച്ചതുപോലെ, ശവ്വാൽ 6-ന്റെ നോമ്പ് പഠിപ്പിച്ചതുപോലെ, റമളാൻ 30 നോമ്പ് പഠിപ്പിച്ചതുപോലെ റജബ് 27 ഒരു നോമ്പുണ്ടെങ്കിൽ അത് റസൂലുള്ള പഠിപ്പിക്കണം. റസൂലുള്ള പഠിപ്പിക്കും. ഇത്രയും നോമ്പ് പഠിപ്പിച്ച റസൂലുള്ളാഹ്ക്ക് അത് പറയാൻ വിട്ടുപോയതാണോ? അല്ല, അതില്ലാത്തത് കൊണ്ട്. അപ്പോൾ റജബ് മാസത്തിൽ ഒരു ഇബാദത്തും അള്ളാഹു പഠിപ്പിച്ചിട്ടില്ല. മാസം പവിത്രതയുള്ളതാണ്, പവിത്രതയുള്ള മാസത്തിൽ പ്രത്യേക ഇബാദത്തില്ല. ഇതൊക്കെ എന്തിനാണ്? നമ്മുടെ ഈമാൻ ടെസ്റ്റ് ചെയ്യാനാണ്. അള്ളാഹ് കൽപ്പിക്കാത്തത് എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ എന്നറിയാൻ.
അള്ളാഹ് ഇബാദത്താക്കാത്ത എന്തെങ്കിലും നീ ഇബാദത്താക്കുന്നുണ്ടോ എന്നറിയാൻ. അതല്ല അള്ളാഹു നീ പവിത്രതയുണ്ട് എന്ന് പറഞ്ഞ മാസത്തിന്റെ പവിത്രതയെ ഞാൻ ബഹുമാനിക്കുന്നു. ആരെങ്കിലും അള്ളാഹു ബഹുമാനിച്ച കാര്യങ്ങളെ ബഹുമാനിച്ചാൽ അത് ഈമാനാണ്, അത് തഖ്വയാണ്. ഞാൻ ബഹുമാനിക്കുന്നു. റമളാൻ മാസം പവിത്രമാക്കപ്പെട്ട 4 മാസങ്ങളിൽ പെട്ടതല്ല. പക്ഷെ ഒരു മാസം നോമ്പ് നോക്കാൻ നീ കൽപ്പിക്കുകയാണെങ്കിൽ നോമ്പ് നോക്കാൻ തയ്യാറാണ്. റജബ് മാസം പവിത്രമാക്കപ്പെട്ട മാസമായിട്ടുകൂടി ഒരു ഇബാദത്തും അല്ലാഹ് കൽപ്പിച്ചിട്ടില്ല. ഒരു ഇബാദത്തും ഞാൻ ചെയ്യൂല. ഇതാണ് അബ്ദിയത്ത്. ഇതാണ് അള്ളാഹുവിനെ അറിയേണ്ടത്. അപ്പൊ ചില ആൾക്കാർ എന്ത് ചെയ്യും? കുറെ ഇബാദത്ത് ചെയ്തിട്ട് അള്ളാഹിലേക്ക് അടുക്കാൻ നോക്കും. അള്ളാഹു പഠിപ്പിക്കാത്ത, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാത്ത ഇബാദത്തുകളിലൂടെ അള്ളാഹുലേക്ക് അടുക്കാൻ വേണ്ടി ശ്രമിക്കും. അവരുടെ ഷഹാദത്ത് പൊളിഞ്ഞു പോകും. കാരണം കൊടുത്ത ഷഹാദത്ത് എന്താണ്? അഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്. റസൂലുള്ള കൽപ്പിച്ചതേ ഞാൻ ചെയ്യൂ, റസൂല നിരോധിച്ചതാണ് ഞാൻ പഠിക്കുക, റസൂല അറിയിച്ചത് സത്യപ്പെടുത്താൻ തയ്യാറാണ്, നബി ഇബാദത്തായി പഠിപ്പിച്ചത് കൊണ്ടേ ഞാൻ അള്ളാഹ്ക്ക് ഇബാദത്ത് ചെയ്യൂ എന്ന ഷഹാദത്ത് കൊടുത്തവൻ നബി പഠിപ്പിക്കാത്തത് കൊണ്ട് അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യുക എന്നുള്ളത് ആ ഷഹാദത്ത് ബാത്തിലാക്കലാണ്. ഗൗരവമുള്ള വിഷയമാണത്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ മനസ്സിലാക്കി പ്രവർത്തിക്കാൻ നമുക്ക് എല്ലാവർക്കും നല്ല തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. ഇന്നൽ ഹംദലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദു. പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ കൽപ്പനകളും നിരോധനങ്ങളും നിർദ്ദേശങ്ങളും ജീവിതത്തിന്റെ ഓരോ മേഖലകളിലും പാലിക്കണമെന്ന് വീണ്ടും എന്നോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരോടും വസിയത്ത് ചെയ്യുന്നു, ഓർമ്മപ്പെടുത്തുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കതിന് നല്ല തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. പ്രിയമുള്ളവരെ, 2 സാക്ഷ്യവാക്യങ്ങൾ അതനുസരിച്ച് ജീവിക്കുക എന്നുള്ളത് വളരെ ഗൗരവമുള്ള ഒന്നാണ്. അത് ബാത്തിലായി കഴിഞ്ഞാൽ ഖബർ മുതൽ അങ്ങോട്ടുള്ള ജീവിതം പരാജയത്തിലാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എന്താണോ നമുക്ക് ദീനായി പഠിപ്പിച്ചു തന്നത് അത് മാത്രമേ നമുക്ക് ദീനാകാൻ പാടുള്ളൂ. റസൂലുള്ള പഠിപ്പിച്ചതിൽ നിന്നും ഒന്നും കുറക്കാനും പാടില്ല, പഠിപ്പിക്കാത്തത് ദീനായി കൂട്ടാനും പാടില്ല. ഇത് രണ്ടും നമ്മുടെ ഷഹാദത്തിന് ബാധിക്കുന്ന ഗുരുതരമായ 2 പ്രശ്നങ്ങളാണ്. ഈ 2 മേഖലയിലും ഇന്ന് ആൾക്കാർ പേച്ചു പോയിട്ടുണ്ട്. അഹ്ലുസുന്ന എപ്പോഴും അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഷഹാദത്തു അല്ലാ ഇലാഹ ഇല്ലല്ലയിൽ കൃത്യതയുള്ളവരാണ്. അള്ളാഹുവിന് മാത്രമേ ഇബാദത്തുകൾ നിർവഹിക്കുള്ളൂ. അള്ളാഹു അല്ലാത്തൊരു വ്യക്തിയെ വിളിച്ച് പ്രാർത്ഥിക്കൂല, സഹായം തേടൂല, മരിച്ചവരെ വിളിച്ച് സഹായം തേടൂല, കബറാളിയോട് തേടൂല, അവർക്ക് നേർച്ച വഴിപാടുകൾ നടത്തൂല, മരിച്ചവരുടെ പേരിൽ ഉറൂസ് നടത്തൂല. ഇബാദത്തുകൾ മുഴുവനും അള്ളാഹുവിന് മാത്രമേ അവർ നിർവഹിക്കുള്ളൂ. കാരണം അവർ കൊടുത്ത ഷഹാദ എന്താണ്? അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഞാൻ എന്ത് ഇബാദത്ത് ചെയ്യുന്നുണ്ടെങ്കിലും അള്ളാഹുവിന് മാത്രമേ ചെയ്യുള്ളൂ. അള്ളാഹു അല്ലാത്തൊരു വ്യക്തിക്കോ ശക്തിക്കോ വസ്തുവിനോ ഞാൻ ഇബാദത്ത് ചെയ്യുകയില്ല എന്നതാണ് നമ്മുടെ സാക്ഷ്യവാക്യത്തിന്റെ ഒന്നാമത്തേത്. രണ്ടാമത്തേത് ഷഹാദത്തു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ്. ഞാൻ നേരത്തെ പറഞ്ഞ ആ 4 കാര്യം കൃത്യമായി പാലിക്കുന്നവരാണ് അഹ്ലുസുന്ന. എന്നാൽ ഇതിൽ പേച്ചുപോയ 2 ടീമുണ്ട്. ഒന്നാമത്തെ ടീം പുതിയ ബിദ്അത്തുകൾ ഉണ്ടാക്കി ഷഹാദത്തിലെ കളങ്കം വരുത്തിയവർ, റസൂലുള്ള പഠിപ്പിക്കാത്ത ഇബാദത്തുകൾ ഇബാദത്തായി കൊണ്ടു നടക്കുന്നവർ. അവർ പറഞ്ഞത് അഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ് എന്ന് പറയുകയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാത്ത ഒരുപാട് കാര്യങ്ങൾ ഇബാദത്തായി കൊണ്ടു നടന്നു. അവർ അല്ലാഹു അല്ലാത്തവർക്ക് ഇബാദത്തുകൾ നൽകി. റസൂലുള്ള പഠിപ്പിക്കാത്ത ഒരുപാട് ബിദ്അത്തുകളായ നിസ്കാരങ്ങള്, നോമ്പുകള്, ദിക്റുകള്, സലാത്തുകള് ഒരുപാട് അവരുണ്ടാക്കി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ റസൂലാണ് എന്ന് കൊടുത്ത സാക്ഷ്യവാക്യത്തിൽ അവർ കളങ്കം വരുത്തി. അവർ ബിദഈകളാണ്, അവർ ലാലുകളാണ്, അവർ അഖീദയിലും ഇബാദത്തിലും പിഴച്ചു പോയവരാണ്. ആ റൂട്ട് നരകത്തിലേക്കുള്ള റൂട്ടാണ്. കാരണം റസൂലുള്ള പഠിപ്പിക്കാത്ത ഇബാദത്തുകളിലൂടെ അള്ളാഹുവിലേക്ക് അടുക്കുക എന്നുള്ളത് ഹറാമാണ്. കാരണം ഷഹാദത്ത് മുഹമ്മദാണ് അള്ളാന്റെ റസൂൽ എന്നാണ്. അപ്പൊ മുഹമ്മദും സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാന്റെ റസൂലാണെന്ന് പറയുകയും അള്ളാന്റെ റസൂലായ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാത്തത് കൊണ്ട് അള്ളാഹിലേക്ക് അടുക്കുകയും ചെയ്യാന്നുള്ളത് റൂട്ട് തെറ്റി, ലക്ഷ്യം മാറി. നബിദിനം ആഘോഷിക്കുന്നവർ, നിസ്കാരത്തിന് ശേഷം കൂട്ടുവർത്തനം നടത്തുന്നവർ, മരിച്ചവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നവർ, റജബ് 25 നോമ്പ് നോക്കുന്നവർ, ഷാബാൻ 15 പ്രത്യേകം നോമ്പ് നോക്കുന്നവർ, റജബിന്റെ ആദ്യത്തെ വെള്ളിയാഴ്ച റഗായിബ് നിസ്കരിക്കുന്നവർ, ഇല്ലാത്ത ദിക്റുകളും സലാത്തുകളും ചെയ്യുന്നവർ, അങ്ങനെ ഒരുപാട് വിദ്യാർത്ഥികൾ, ഉറൂസ് നടത്തുന്നവർ, ഇതൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാത്ത കാര്യങ്ങൾ ചെയ്യുന്നവരാണ്. റൂട്ട് തെറ്റിയ നരകത്തിലേക്കുള്ളതാണ്. അത് ചെറിയ കഷ്ണായാലും ശരി, ചെറിയ അമലല്ലേ,
ചില ആൾക്കാർ പറയും അതൊക്കെ ചെറിയ കാര്യമല്ലേ, നബിദിനം ആഘോഷിക്കുന്നതിനെ കുറിച്ച്, ബർത്ത്ഡേ ആഘോഷിക്കുന്നതിനെ കുറിച്ച് ചെറിയ അമലല്ലേ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാത്തത് ഒരു കടുകുമണിയോളം ചെറുതാണെങ്കിലും ശരി അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹി എന്നതിന് കളങ്കം വരുന്നതാണ്. അത് ബാത്തിലാവും, പറ്റൂല. ദീനായിട്ടുള്ളത് റസൂലുള്ളാഹി പഠിപ്പിച്ചത് മാത്രമാണ്. രണ്ടാമത്തെ കൂട്ടര് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതിനെ നിഷേധിക്കുന്നവർ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചെന്ന കാര്യങ്ങൾ ഒരുപാടുണ്ട്. അവർ പറയും ഇതെന്റെ ബുദ്ധിക്ക് യോജിക്കുന്നില്ല. ഒരുപാട് റസൂലുള്ളാഹി പഠിപ്പിച്ച കാര്യങ്ങൾ നിഷേധിച്ചു. സിഹിറിനെ നിഷേധിച്ചു, കണ്ണീറിനെ നിഷേധിച്ചു, അജ്വ കാരക്കയുടെ ശ്രേഷ്ഠത നിഷേധിച്ചു, സംസം വെള്ളത്തിന്റെ ഫളിനെ നിഷേധിച്ചു, പോലുള്ള ഒരുപാട് ഹദീസ് സ്ഥിരപ്പെട്ട കാര്യങ്ങൾ നിഷേധിച്ചു. അതേപോലെ തന്നെ അത്തരക്കാരിലുണ്ടായ മറ്റു ചില വ്യതിയാനങ്ങളിൽപ്പെട്ടതാണ് മുഹറം 10 ശ്രേഷ്ഠത, മുഹറത്തിന് ശ്രേഷ്ഠത, റജബിന് ശ്രേഷ്ഠത, പള്ളിക്ക് ശ്രേഷ്ഠത, ഖുർആന് ശ്രേഷ്ഠത പോലുള്ള കാര്യങ്ങൾ നമ്മളെ വ്യക്തി പൂജയിലേക്ക് എത്തിക്കും. നമ്മൾ അള്ളാഹനെ മാത്രം ആരാധിക്കുന്നവരാണ്, അതുകൊണ്ട് മാസങ്ങൾക്ക് പ്രത്യേകത ഉണ്ടെന്ന് പറയാൻ പാടില്ല. പള്ളിക്ക് പ്രത്യേകത ഉണ്ട്, പള്ളിക്ക് വന്ന് നിസ്കരിച്ചോ, ഖുർആൻ ഓദിക്കോ. ഖുർആൻ പ്രത്യേകത ഒന്നുമില്ല, അത് ഓതാനുള്ളതാണ്. പള്ളിക്ക് പ്രത്യേകത ഒന്നുമില്ല, അത് നിസ്കരിക്കാനുള്ളതാണ്. മാസങ്ങൾ അത് മാസങ്ങളും ദിവസങ്ങളും ഇങ്ങനെ പോകുന്നു, പ്രത്യേകത ഒന്നുമില്ല എന്ന് പറയുന്ന പഠിപ്പിക്കപ്പെട്ട കാര്യങ്ങളെ നിഷേധിക്കുന്നവർ. അല്ലാഹു പറഞ്ഞു മിൻഹാ അർബഅത്തുൻ ഹുറൂം. അല്ലാഹു പറഞ്ഞു അറിയോ, ദാലികദ്ദീനുൽ ഖയ്യിം, വക്രതയില്ലാത്ത ദീനാണിത്. ഓരോ മാസത്തിലും ദിവസത്തിലും എന്ത് ചെയ്യണമെന്ന് അല്ലാഹു പഠിപ്പിച്ചിട്ടുണ്ട്. ഓരോ സ്ഥലത്തും എന്ത് ചെയ്യണമെന്ന് അല്ലാഹു പഠിപ്പിച്ചിട്ടുണ്ട്. ഇന്ന് കുറച്ച് ആൾക്കാർ വന്നിട്ട് ഈ ഹദീസും ഖുർആനൊന്നും പഠിക്കാതെ വന്നിട്ട് പറയാണ് അതൊന്നും ബുദ്ധിക്ക് യോജിക്കുന്നില്ല, അതൊക്കെ മാസങ്ങളെ പൂജിക്കലാണ്, ദിവസങ്ങളെ പൂജിക്കലാണ്. നാളെ അവർ പറയും ഹജ്ജിന് പോകാൻ പാടില്ല, കാബയെ ആരാധിക്കലാണ് എന്നൊക്കെ പറയുന്നിടത്തേക്ക് എത്തും. ഇക്കൂട്ടരുടെ പര്യവസാനം ഗുരുതരമാണ്. ബുദ്ധിക്ക് യോജിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഹദീസുകളെ തള്ളുന്നവർ ഈ പറയപ്പെട്ട കാര്യങ്ങളെ ഹൃദയത്തിൽ നിന്നും ആത്മീയതയെ എടുത്തു കളഞ്ഞ് ഇസ്ലാം എന്ന് പറഞ്ഞാൽ കേവല ചില പ്രവർത്തനങ്ങളിൽ മാത്രം ഒതുങ്ങുന്നതാണ് എന്നാക്കി തീർക്കുന്ന ഇത്തരക്കാരുടെ പര്യവസാനം മുഖം കരിവാളിച്ചവരായി മുർത്തദ്ദുകളായി ചാകുക എന്നതായിരിക്കും. അത്തരക്കാർ പേടിക്കേണ്ടതുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാര്യം പറയുകയും അതെനിക്ക് യോജിക്കാൻ പറ്റുന്നില്ല എന്ന് പറയുകയും ചെയ്യുന്നത് ഗുരുതരമാണ്. ഇത്തരക്കാരോട് സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, നമ്മളൊക്കെ നബിദിനമില്ല എന്ന് നമ്മൾ പറയാറുണ്ട്. എന്തുകൊണ്ട്? നബി പഠിപ്പിച്ചിട്ടില്ല. നിസ്കാരത്തിന് ശേഷം കൂട്ടുപ്രാർത്ഥന ഇല്ല നമ്മൾ പറയാറുണ്ട്. എന്തുകൊണ്ട്? നബി നിസ്കരിച്ചിട്ട് കൂട്ടുപ്രാർത്ഥന നടത്തിയിട്ടില്ല. റജബ് 27 നോമ്പില്ല എന്ന് നമ്മൾ പറയാറുണ്ട്. എന്തുകൊണ്ട്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റജബ് 27 അന്ന് ജീവിച്ചിട്ട് നോമ്പ് നോറ്റിട്ടില്ല, സഹാബാക്കൾ നോറ്റിട്ടില്ല. ഷാബാൻ 15 അന്ന് നോമ്പ് റസൂലുള്ളാഹി നോറ്റിട്ടില്ല പോലുള്ള കാര്യങ്ങൾ നമ്മൾ പറയും നബി ചെയ്യാത്തത് കൊണ്ടാണെന്ന് പറയും. ഇത്തരക്കാരോട് നമ്മൾ ചോദിക്കും, എന്തുകൊണ്ട് അജുബക്കാരൊക്കെ ശ്രേഷ്ഠതയില്ല? നബി പറയാത്തോണ്ടാണോ? അല്ല, എന്റെ ബുദ്ധിക്ക് യോജിക്കുന്നില്ല, സയൻസ് അംഗീകരിക്കുന്നില്ല. സംസം വെള്ളത്തിൽ എന്തുകൊണ്ട് ശ്രേഷ്ഠതയില്ല? നബി പറയാത്തത് കൊണ്ടാണോ? അല്ല, എന്റെ ബുദ്ധിക്ക് യോജിക്കുന്നില്ല. മെഡിക്കൽ കോളേജിൽ ഗുളികയായിട്ട് കൊടുക്കുന്നില്ല, അതുകൊണ്ട്. സംസം വെള്ളത്തിന് ശ്രേഷ്ഠതയില്ല എന്ന് പറഞ്ഞതിന് കാരണം പറഞ്ഞത്, സംസം വെള്ളം ശിഫയുണ്ട് എങ്കിൽ എന്ത് മെഡിക്കൽ കോളേജിലും ഗുളികയായിട്ട് കൊടുക്കുന്നില്ല, എന്ത് മെഡിക്കൽ ഷോപ്പിൽ ഗുളികയായിട്ട് കൊടുക്കുന്നില്ല? നിങ്ങൾക്ക് പനിയോ തലവേനയോ വന്നാൽ പാരാസെറ്റമോളും ഡോളും എല്ലാം എഴുതി തീർത്ത് സംസം വെള്ളം എഴുതി തരാറുണ്ടോ? ഈ ഹദീസ് നിഷേധിക്കാൻ അവന്റെ ന്യായം അവന്റെ ബുദ്ധിക്ക് യോജിക്കുന്നില്ല. അവൻ കാഫിറാണ്. റസൂലുള്ളാഹി പറഞ്ഞൊരു കാര്യത്തെ നിഷേധിക്കുന്നവനാണ്. അവന്റെ ഷഹാദത്ത് ബാത്തിലാണ്. റസൂലുള്ളാഹി ചെയ്യാത്തോണ്ട് പറയാത്തോണ്ടല്ല, ബുദ്ധിക്ക് യോജിക്കാത്തോണ്ട്, സയൻസ് പറയാത്തോണ്ട്, നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ അനുഭവം ഇല്ലാത്തോണ്ട്. അജുവക്കാരൊക്കെ ആരെങ്കിലും രാവിലെ 7 എണ്ണം കഴിച്ചാൽ അവന് വിഷബാധ ഏൽക്കുകയില്ല, സിഹിർ ബാധിക്കുകയില്ല. ഇവർ പറയാണ് സിഹിർ ഇല്ല, നമ്മൾ സിഹിറിന് അംഗീകരിക്കുന്നേ ഇല്ല, അതുകൊണ്ട് സിഹിർ ബാധിക്കില്ല എന്ന് പറയുന്നത് പൊട്ടത്തരാണ്. നബി പറഞ്ഞതാണ്, അത് സ്ഥിരപ്പെട്ടതാണ്, അതിനെ പൊട്ടത്തരാക്കി. വിഷബാധ ബാധിക്കില്ല എന്ന് പറഞ്ഞാൽ ഞാൻ 7 അജുവക്കാരൊക്കെ തരാം, അത് തിന്നിട്ട് നീ വിഷം കുടിക്കും, മരിക്കോ നോക്കാലാം. അതാണ് റസൂലുള്ളാഹി പറഞ്ഞത്. ആരെങ്കിലും 7 അജുവക്കാരൊക്കെ കുടിച്ചിട്ട് വിഷം കുടിച്ചാൽ മരിക്കൂല എന്നാണ് നബി പറഞ്ഞത്. അല്ല, ആരെങ്കിലും 7 അജുവക്കാരൊക്കെ കഴിച്ചാൽ അന്നവന് വിഷബാധ ഏൽക്കുകയില്ല എന്നാണ്. അപ്പോൾ നമ്മൾ കൽപ്പിക്കപ്പെട്ട കാര്യം 7 അജുവക്കാരൊക്കെ കഴിക്കൽ മാത്രമാണ്. വിഷബാധ ഏൽക്കില്ലെന്ന കാര്യം നമ്മൾ ബന്ധപ്പെട്ട കാര്യമല്ല. അത് റസൂലുള്ളാഹി പറഞ്ഞു, നമ്മൾ വിശ്വസിക്കുന്നു. ചിലപ്പോൾ വിഷബാധ ഏറ്റേക്കാം, ഏക്കാതിരിക്കാം, അള്ളാന്റെ തീരുമാനം. റസൂലുള്ളാഹി പറഞ്ഞു 7 അജുവക്കാരൊക്കെ കഴിച്ചാൽ വിഷബാധ ഏൽക്കുകയില്ല, നമ്മൾ വിശ്വസിക്കുന്നു. റസൂലുള്ളാഹി പറഞ്ഞതാണ്. ഒരാൾ പറയാ എന്ത് പാരാസെറ്റമോൾ കഴിച്ചാൽ പനി മാറും, മാറിയിട്ടില്ല എങ്കിൽ പാരാസെറ്റമോൾ ഗുളികയല്ല എന്നാണോ? പാരാസെറ്റമോൾ അല്ലല്ലോ രോഗം മാറ്റുന്നത്, തേനല്ലല്ലോ രോഗം മാറ്റുന്നത്, സംസം വെള്ളം അല്ലല്ലോ രോഗം മാറ്റുന്നത്. രോഗം മാറ്റുന്നവൻ അല്ലാഹുവാണ്. നമ്മോട് ചികിത്സിക്കാനേ പറഞ്ഞുള്ളൂ. ചികിത്സിക്കാനുള്ള രീതികൾ വ്യത്യസ്ത തരമാണ്. ശറഈ ആയതുണ്ട്, കൗനി ആയതുണ്ട്.
പാരാസെറ്റമോൾ കൗനിയായതാണ്, അജവക്കാരക്കയും സംസംബുള്ളൊക്കെ ഷറയിയായതാണ്. നമ്മളത് ഉപയോഗിക്കുന്നു എന്ന് മാത്രം. മാറ്റേണ്ടവൻ അല്ലാഹുവാണ്. പാരസെറ്റമോൾ കഴിച്ചാൽ പനി മാറുമെന്ന് പറഞ്ഞവനെ വിശ്വസിച്ചവൻ അജുവക്കാരൊക്കെ കഴിച്ചാൽ വിഷമേൽക്കുകയില്ല എന്ന് പറഞ്ഞ റസൂലുള്ളാഹിനെ വിശ്വസിക്കുന്നില്ല. ഇവൻ കാഫിർ അല്ലെങ്കിൽ പിന്നെ ആരാണ്? ഇവന്റെ ഷഹാദത്ത് ബാത്തിലാണ്. ഈ രണ്ടു കൂട്ടർ ഇന്ന് നമ്മുടെ നാട്ടിൽ ജീവിക്കുന്നുണ്ട്. റസൂലുള്ളാഹി പഠിപ്പിക്കാത്ത ഇബാദത്തുകൾ ഇബാദത്തായി ചെയ്യുന്നവർ, റസൂലുള്ളാഹി പഠിപ്പിച്ചതിന് ബുദ്ധിക്ക് യോജിക്കുന്നില്ല, സയൻസിന് യോജിക്കുന്നില്ല തള്ളുന്നവർ, രണ്ടുപേരും അഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹി എന്ന സാക്ഷ്യവാക്യത്തെ ബാത്തിലാക്കിയവരാണ്. പിന്നെ ആരാണ് സലഫികൾ, ആരാണ് അഹ്ലുസുന്ന? ഈ രണ്ട് കാര്യത്തെയും നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ അംഗീകരിച്ചവരാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ രണ്ട് സാക്ഷ്യവാക്യത്തെ കൃത്യമായി അംഗീകരിക്കാനും അതനുസരിച്ച് ജീവിക്കാനും അങ്ങനെ മരിക്കാനും ഈ രണ്ട് സാക്ഷ്യവാക്യവുമായി അള്ളാഹിനെ കണ്ടുമുട്ടാനും നമുക്കെല്ലാവർക്കും നല്ല തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. ശിഷ്ടകാല ജീവിതം അള്ളാഹുവിനെ അനുസരിച്ച് ജീവിക്കാനും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റി ജീവിക്കാനും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും നല്ല തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത്. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, اللهم اجرنا من النار، اللهم اجرنا من النار. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم. اقول قولي هذا استغفر الله لي ولكم ولجميع المسلمين.